ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ്. ഇപ്പം നമ്മളുള്ളത് ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻറ്റർ ബാംഗ്ലൂരിലാണ്. ശരിക്കും ഈ ആശ്രമത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്ന വിശാലാക്ഷി മണ്ഡപം എന്ന് പറയുന്ന ഹാള്. ഇത് ശരിക്കും നമ്മൾ രാവിലെ വന്നതാണ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി. നല്ല ഭയങ്കര മനോഹരമായിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, രാത്രിയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാകുന്ന ലൈറ്റുകളൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഭംഗിയാണ് രാത്രിയിൽ കാണാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രിയിലും കൂടെ വന്നതാണ് കേട്ടോ. ശരിക്കും അത് തന്നെ രാവിലെ കാണുന്നതിനേക്കാളും അതിമനോഹരമായിട്ടുണ്ട് രാത്രിയിൽ കാണാനായിട്ട്. ലൈറ്റുകളൊക്കെ ചുറ്റും തെളിച്ചു. നമ്മൾ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ മഴയുണ്ട്, നല്ല മഴയുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ മാർബിൾ കൊണ്ട് ഇട്ടിരിക്കുക. അപ്പോൾ മഴയും കൂടെ പെയ്തപ്പോൾ ഇത് സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തെന്നി നടക്കാണ്, നിറച്ച് വെള്ളമൊക്കെ വീണിട്ട്. മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിൽ തട്ടി നടക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോറെന്ന് പറയുന്നത്. അതിന്ന് തുറന്നിട്ടില്ലായിരുന്നു നമ്മൾ വന്നപ്പോൾ. അതിൻ്റെ ഈ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഒരു നന്ദികേശൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വശത്തു കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. നല്ല മഴയുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പുറകുവശത്തൂടെ വന്നതാണ്. ഈ വിശാലാക്ഷി മണ്ഡപം എന്ന് പറയുന്നത് ഗുരുദേവ് ശ്രീ രവിശങ്കർ ജിയുടെ അമ്മ വിശാലാക്ഷി അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പേരിൽ, വിശാലാക്ഷി എന്നുള്ളൊരു പേരിൽ ഈ മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അകത്ത് കയറി. ശരിക്കും ഇത് ധ്യാനിക്കാനുള്ളൊരു ഹോളാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇത് ശരിക്കും 2003 ജനുവരി 17 വൈസ് പ്രസിഡന്റ് ബൈറോൺ സിംഗ് ഷെഖാവത്താണ് ഈ വിശാലാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അകത്ത് കയറിയപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറുന്ന പോലെ തന്നെ തോന്നും കേട്ടോ ഈ ഒരു ഹോള് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. ഇത് ഇതിൻ്റെ അകവും ഫുള്ള് മാർബിളാണ്. പിന്നെ കുറേ ചെറിയ തലയണകളുണ്ട്. ഈ പില്ലോസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്തിരുന്നിട്ട് ധ്യാനിക്കാം. എല്ലാവരും അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നിരുന്ന് ധ്യാനവും യോഗ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും കുറച്ച് നേരം ഇരുന്നു. ഈ മോളിലൊക്കെയുള്ള ഇൻറ്റീരിയൽസ് ഭയങ്കര അതിമനോഹരമാണ്. ശരിക്കും താമരയുടെ ദളങ്ങളാണ് ഫുള്ളും ഇതിൻ്റെ അകത്തുള്ളത്. പുറമേ നമ്മൾ നോക്കിയാലും കണ്ടിരുന്നു, താമര ദളങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് 5 തട്ടുകളായിട്ടാണ് ഈ ധ്യാനിക്കുന്ന ഈ ഹോള് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാനും കുറച്ച് നേരം കണ്ണൊക്കെ അടച്ചിരുന്നു കേട്ടോ ധ്യാനിക്കാനായിട്ട്. അപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറയുന്ന പോലെ തന്നെ തോന്നും. ഈ ഹാളിൽ രാവിലെയും വൈകിട്ടൊക്കെ ഭജൻസൊക്കെ നടത്താറുണ്ട്. ഇവിടെ തന്നെ ഈ ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻറ്ററിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് ഭജൻസൊക്കെ. അവർക്ക് വേറെ സെക്ഷനുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് വന്നിരുന്ന് ഭജൻസ് ചെയ്യാനുള്ള വേറെ സമയമുണ്ട്. അപ്പം നമ്മൾ വന്നപ്പോൾ ഈ ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞു, ഭജൻസൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഈ ഹാളിൽ 25,000 പേർക്ക് ഒറ്റയടിക്ക് ഇരുന്ന് ധ്യാനിക്കാൻ പറ്റുന്ന അത്ര സ്പേസുള്ള ഒരു സ്ഥലമാണിത്. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ ഒരു കാള വെച്ചിട്ടുണ്ട്, നന്ദികേശൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു. ശരിക്കും ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളപ്പോൾ കുറച്ച് ദൂരെ മാറി നിന്നിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അത്ര അടിപൊളിയാണ്. 2 വശത്തും ഈ അരയന്നങ്ങളെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടർഫോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇതെല്ലാം രാത്രി വരുമ്പോഴാണ് ഭംഗി. ആശ്രമമൊക്കെ ചുറ്റി നടന്ന് അങ്ങനെ വിശാലാക്ഷി മണ്ഡപവും നമ്മൾ കണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആശ്രമത്തിൽ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.